വേൾഡ് കപ്പ് 2026 മറ്റൊരു ആവേശകരമായ ദിവസമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന ഒരു മത്സരം കൂടി ഉണ്ടായിരുന്നു, അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ. ആ ഒരു മത്സരം കാണാൻ കാത്തിരുന്നവരും ആ ഒരു നിർണായക മത്സരത്തെ കുറിച്ച് ഇപ്പോഴും കളി കഴിഞ്ഞിട്ടും ഓരോ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ശക്തമായ ഒരു പോരാട്ടം ഉണ്ടായിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു. അർജന്റീന ഒന്ന് പതറിപ്പോയോ എന്ന് ആരാധകർ നോക്കിക്കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു. എന്തായാലും അർജന്റീന ജയിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കി രണ്ട് മത്സരങ്ങളും. അപ്പൊ ഏതൊക്കെയായിരുന്നു മത്സരങ്ങൾ? ഫസ്റ്റ് നടക്കുന്നത് ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്തിന്റെ മത്സരമായിരുന്നു. അതിൽ 1-1 എന്നുള്ളൊരു സമനിലയായിട്ട് മാറുകയും പിന്നെ അതൊരു പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ ഈജിപ്ത് ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് മാച്ച് വന്നിട്ടുള്ളത് അർജന്റീന വേഴ്സസ് കേപ്പ് വെർദയുടെ മാച്ച് ആയിരുന്നു. അതിൽ 3-2 എന്നുള്ളൊരു സ്കോറിൽ അർജന്റീന വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിലൊരു സെൽഫ് ഗോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അർജന്റീന ജയിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ വന്നിട്ടുള്ളത് കൊളംബിയ വേഴ്സസ് ഗാനയുടെ മാച്ച് ആയിരുന്നു. അതിൽ 1-0 എന്നുള്ളൊരു സ്കോറിൽ കൊളംബിയ ജയിക്കുന്ന കാഴ്ച കണ്ടു. അപ്പൊ ഇന്നലത്തെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ല ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടന്നൊരു ദിവസമായിരുന്നു. അതുപോലെ പ്രത്യേകമായിട്ടുള്ള ഒരു ടീമിന് ആരാധകർ കൂടിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ളത്. അപ്പൊ നേരെ നമുക്ക് മാച്ചസിലേക്ക് പോകാം. ഫസ്റ്റ് മാച്ച് വരുന്നത് ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്ത് ആണ്. 1-1 ആണ് അവരുടെ ഗോൾ സ്കോർ എന്ന് പറയുന്നത്. ഈ ഒരു മത്സരത്തോടു കൂടി ഈജിപ്ത് അവരുടെ പ്രീ ക്വാർട്ടറിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി കടക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു ഈ ഒരു മത്സരത്തോടു കൂടി നമ്മളെല്ലാവരും കണ്ടത്. ഇതിന്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് 13ാമത്തെ മിനിറ്റിൽ ഇമാം ഔഷറിന്റെ ഗോളായിരുന്നു ഈജിപ്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാം പകുതിയിലാണ് അടുത്ത ഗോൾ വരുന്നത്. അതൊരു സെൽഫ് ഗോൾ ആയിരുന്നു 55ാമത്തെ മിനിറ്റിൽ. അതാണ് പിന്നെ 1-1 എന്നുള്ള സമനിലയിലേക്ക് മാറിയത്. മുഹമ്മദ് ഹാനിയുടെ, ഈജിപ്തിന്റെ തന്നെ മുഹമ്മദ് ഹാനിയുടെ ഒരു ഗോളായിരുന്നു 55ാമത്തെ മിനിറ്റിൽ ഉണ്ടായിരുന്നത്. ഈ മത്സരത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് സാലയുടെ ഒരു നേതൃത്വത്തിൽ ഈജിപ്ത് ശക്തമായ ഒരു മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സെൽഫ് ഗോളിന്റെ ഒരു പ്രശ്നത്തിലാണ് അവർക്കൊരു സമനില ഉണ്ടായത്. അല്ലെങ്കിൽ ഈജിപ്ത് ജയിക്കേണ്ട, അല്ലെങ്കിൽ ഗോൾ റേറ്റ് ഒന്ന് മാറി മറിയേണ്ട ഒരു മത്സരം കൂടിയായിരുന്നു. അപ്പം ഓസ്ട്രേലിയ നല്ല രീതിയിൽ അവരൊരു അറ്റാക്കിംഗ് നോക്കിയെങ്കിലും ഈജിപ്തിന്റെ പ്രതിരോധം വളരെ ശക്തമായിട്ട് മുന്നേറുന്ന കാഴ്ച കണ്ടു. പക്ഷേ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രതിരോധം ഒന്ന് നിലച്ചിട്ടുണ്ടാവും. അതായിരിക്കാം 1-1 എന്നൊരു സ്കോറിലേക്ക് മാറി പിന്നെ അതൊരു പെനൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് മാറുകയും ഈജിപ്ത് 4-ഉം ഓസ്ട്രേലിയ 2-ഉം എന്നുള്ള സ്കോറിലേക്ക് മാറി ഈജിപ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അതായത് റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടർ സ്റ്റേജിലേക്ക് കയറുന്ന കാഴ്ച കണ്ടു. നമുക്കിനി നെക്സ്റ്റ് മാച്ചിലേക്ക് പോവാം. അതായത് ഏറ്റവും കൂടുതൽ ആരാധകരെ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു കേപ്പ് വെർദെ വേഴ്സസ് അർജന്റീന മാച്ച് ആയിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് വിമർശനങ്ങളും അതുപോലെ മന്ത്രവാദിയുടെയോ അങ്ങനത്തെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരു മത്സരം, അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ച ഒരു മത്സരം കൂടിയായിരുന്നു അർജന്റീന വേഴ്സസ് കേപ്പ് വെർദയുടെ മാച്ച്. പക്ഷെ ചരിത്രം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മന്ത്രവാദിയുടെ പ്രവചനം തെറ്റിച്ചുകൊണ്ടായിരുന്നു മെസ്സി, അല്ലെങ്കിൽ മെസ്സിയുടെ ഗോൾ ആയാലും അർജന്റീനയുടെ ഗോൾസ് ആയാലും അങ്ങനെയായിരുന്നു ആ ഒരു മത്സരം മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നേരെ ഗോളിലേക്ക് പോവാണെങ്കിൽ 29ാമത്തെ മിനിറ്റിലാണ് ലയണൽ മെസ്സി ഫസ്റ്റ് ഗോൾ അർജന്റീനയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നത്. ഹാഫ് ടൈമിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത് അർജന്റീന തന്നെയായിരുന്നു. പക്ഷെ 59ാമത്തെ മിനിറ്റിൽ കേപ്പ് വെർദെ താരമായിട്ടുള്ള ഡുവാർട്ടെ എന്ന് പറയുന്ന പ്ലെയർ ആണ് 59ാമത്തെ മിനിറ്റിൽ അതൊരു സമനിലയാക്കി മാറ്റുന്നത്. പക്ഷെ വീണ്ടും അർജന്റീന മുന്നേറുന്ന ഒരു കാഴ്ച കണ്ടു. 92ാമത്തെ മിനിറ്റിൽ ലോത്താറോ മാർട്ടിനസ് ആണ് അർജന്റീനയ്ക്ക് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുക്കുന്നതും അതൊരു ലീഡാക്കി മാറ്റുന്നതും. പക്ഷെ വീണ്ടും 103ാമത്തെ മിനിറ്റിൽ ലോപ്പസ് കബ്രാൽ എന്ന് പറയുന്ന കേപ്പ് വെർദെ താരം കേപ്പ് വെർദയ്ക്ക് വേണ്ടി വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു സമനിലയാക്കി മാറ്റുന്ന കാഴ്ച കണ്ടു. അപ്പൊ നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം ആ ഒരു ലോത്താറോ മാർട്ടിനസിന്റെ ഗോൾ കഴിഞ്ഞപ്പോൾ ആരാധകർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം ഗെയിം ജയിച്ചു, കാരണം ലീഡായല്ലോ, 2-1 എന്നുള്ളൊരു ലീഡിലേക്ക് മാറി. അപ്പൊ ഇനി അടിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് 103ാമത്തെ മിനിറ്റിൽ ലോപ്പസ് കബ്രാൽ എന്ന് പറയുന്ന കേപ്പ് വെർദെ താരം ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു സമനിലയാക്കി മാറ്റുന്ന കാഴ്ചയുണ്ട്. അപ്പം എന്തായാലും അർജന്റീന ആരാധകർക്കും അർജന്റീനൻ പ്ലേയേഴ്സിനും നല്ല രീതിയിൽ വിയർക്കുന്ന ഒരു ഗെയിം തന്നെ ആയിരിക്കണം ആ ഒരു മാച്ച് നടന്നിട്ടുണ്ടാവുക. അതായത് അടിച്ചു, ഇനിയും ഒരു ഗോൾ അടിച്ചാൽ മാത്രമേ ഒരു ജയമുള്ളൂ, അല്ലെങ്കിൽ അതൊരു പെനൽറ്റി ഷൂട്ട് ഔട്ടായിട്ട് മാറുമെന്നുള്ള ഒരു കാഴ്ചയിൽ പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അപ്പുറത്ത് നിൽക്കുന്ന വൊസീനിയാണ്, ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്ന വൊസീനിയാണ്. അപ്പൊ നമുക്ക് പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ കിട്ടുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം. പക്ഷേ അപ്പൊ നിർഭാഗ്യം കൊണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് കേപ്പ് വെർദെ താരം ഡിനിയുടെ ഒരു സെൽഫ് ഗോളിലേക്ക് വീണ്ടും അർജന്റീനയ്ക്ക് ഒരു ഗോളായിട്ട് കിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കാരണം റൊമേറോ അടിച്ചൊരു ഗോളായിരുന്നു, പക്ഷെ അത് കേപ്പ് വെർദയുടെ ഡിഫൻഡറിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുകയും അതൊരു സെൽഫ് ഗോളായിട്ട് മാറുന്ന കാഴ്ച കണ്ടു. അങ്ങനെയാണ് അതൊരു 3-2 എന്നുള്ളൊരു സ്കോറിലേക്കായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു ഗെയിം നമുക്ക് മനസ്സിലാക്കുന്നത് ചാമ്പ്യൻസിന്റെ കൂടെ ഏതൊരു കുഞ്ഞൻ ടീമിനും കളിച്ച് നല്ലൊരു വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു സാഹചര്യം എന്തായാലും ഫിഫയിൽ ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
ഈ ഒരു മത്സരത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞൻ ടീമിനെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി അർജന്റീന പോലെയുള്ള ചാമ്പ്യന്മാർക്ക് എക്സ്ട്രാ ടൈം വേണ്ടി വന്നു ഉള്ളത് വളരെയധികം വേദനിപ്പിക്കുന്നു. അല്ലെങ്കിൽ അർജന്റീന ടീമിലെ പോരായ്മകളെ പരിശോധിക്കേണ്ട രീതിയിൽ വിനിയോഗിച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ അർജന്റീന ടീംസ് ഒരു 14 ഗോളെങ്കിലും നമ്മുടെ ക്യാപ് വെർദെയുടെ വലയിലേക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ 14 എണ്ണവും നമ്മുടെ ബൊസീഞ്ഞ, അതായത് നമ്മുടെ ഗാർഡിയൻ എന്ന് വിളിക്കുന്ന ബൊസീഞ്ഞ തടുത്തു എന്നുള്ളത് തന്നെയാണ്. സാക്ഷാൽ മെസ്സി തന്നെ എടുത്തു പറയുന്നുണ്ട് ഈ ഒരു മത്സരം അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാഗ്വെ, ഉറുഗ്വെ പോലുള്ള വമ്പൻ ടീമുകളെ തോൽപ്പിച്ച് ക്യാപ് വെർദെ വളരെ ശക്തമായ പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന ഒരു മത്സരമായിരുന്നു നമ്മൾ ഫിഫ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ടീമിനെ പോരാടാൻ അവർ അത്രയും ശക്തമായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം അർജന്റീന ടീംസ്. മാത്രമല്ല ഇത്രയും വമ്പന്മാരെ തോൽപ്പിച്ച ക്യാപ് വെർദെക്ക് എവിടെയാണ് തെറ്റിയതെന്ന് ചോദിക്കുമ്പോൾ മെസ്സി പറയുന്ന ഉത്തരം ഒരു ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും വലിയ വമ്പൻ ടീമിന് എവിടെയോ ഒന്ന് ഒരു ഓവർ കോൺഫിഡൻസ് വന്നു. ആ ഒരു ഓവർ കോൺഫിഡൻസിന്റെ അതിൽ അവർ ബോൾ കൈയടക്കി വെക്കുന്നതിന്റെ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് എവിടെയോ തെറ്റിപ്പോയി. ആ ഒരു ഇതിലാണ് അർജന്റീന കയറി കളിക്കുന്നതും അതുപോലെ തന്നെ അവർ ഗോൾ അടിക്കുന്നതും. ഇതുപോലെ ഒരു ചെറിയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ അത്രയും പ്രിപ്പറേഷൻസ് അർജന്റീന എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ് വെർദെ എന്ന ടീമിന്റെയും ബൊസീഞ്ഞ എന്ന് പറയുന്ന ഗോൾ കീപ്പറുടെയും ലെവൽ എന്താണെന്ന് ഫിഫ വേൾഡ് കപ്പ് മനസ്സിലാക്കി കൊടുത്ത ഒരു മത്സരം കൂടിയായിരുന്നു. അല്ലെങ്കിൽ ഒരു സമനിലയിൽ അവസാനിക്കേണ്ട ഒരു ഇതിനെ എവിടെയോ അവർക്ക് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഒരു സെൽഫ് ഗോളൊക്കെ വന്നിട്ട് ഈ ഒരു മത്സരം അർജന്റീന ജയിക്കുന്ന ഒരു കാഴ്ച കണ്ടേ. മാത്രമല്ല ഈ ഒരു മത്സരത്തോടു കൂടി ഫിഫ വേൾഡ് കപ്പ് 2026 ഇത് നമ്മുടെ മെസ്സിയുടെ 7ാമത്തെ ഗോളാണ്. മാത്രമല്ല ഇതോടുകൂടി ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ നമ്മുടെ കിലിയൻ എംബാപ്പയെ മറികടന്ന് നമ്മുടെ മെസ്സി മുന്നിലെത്തിയിരിക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു ഈ ഒരു മത്സരത്തിലൂടെ നമ്മൾ എല്ലാവരും കണ്ടത്. ഇതോടുകൂടി ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സിയുടെ ഗോളുകളുടെ എണ്ണം 20 എണ്ണായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ശക്തമായ ഒരു മത്സരം തന്നെയായിരുന്നു. മാത്രമല്ല ഒരു മന്ത്രവാദിയുടെ ഒരു ഇഷ്യൂ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, അർജന്റീനക്കെതിരെ മന്ത്രവാദം ചെയ്ത് ഈ ഒരു മത്സരത്തിൽ അർജന്റീന തോൽക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് ഒരു മന്ത്രവാദത്തിനും ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല, അത്രയും ശക്തമായ ഒരു നീലപ്പട തന്നെയായിരുന്നു അർജന്റീന ടീംസും മെസ്സിയും നയിച്ചതെന്ന് വീണ്ടും കാഴ്ചവെച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇതെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒപ്പം ഈ മത്സരത്തിൽ നമ്മൾ അർജന്റീന ടീംസിനെ പറയുന്നതിന്റെ ഒപ്പം തന്നെ ക്യാപ് വെർദെയുടെ ബൊസീഞ്ഞയും എടുത്തു പറയേണ്ട ഒരു കാര്യം മറക്കാതെ നമ്മൾ ഓർമ്മിക്കണമെന്ന് തന്നെ പറയണം. കാരണം ഇത്ര വലിയ ടീംസിന്റെ 14ഓളം ഷോട്ടുകളാണ് ബൊസീഞ്ഞ ഗോൾ കീപ്പർ എന്ന നിലയിൽ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഒട്ടും മോശക്കാരല്ല. അപ്പോൾ ക്യാപ് വെർദെ ഈ വമ്പന്മാർക്കൊപ്പം ചാമ്പ്യന്മാർക്കൊപ്പം വളർന്നു വരുന്ന മറ്റൊരു വില്ലനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. അതെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നത് കൊളംബിയ വേഴ്സസ് ഗാനയുടെ മാച്ച് ആയിരുന്നു. അതിൽ കൊളംബിയയുടെ ഏരിയാസ് എന്ന് പറയുന്ന പ്ലെയർ ആണ് 14ാമത്തെ മിനിറ്റില് കൊളംബിയക്ക് വേണ്ടി ആ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു വിജയ ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിലൂടെ കാണുന്നത് 14ാമത്തെ മിനിറ്റിൽ കൊളംബിയ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെയും ഗാന എന്ന് പറയുന്ന ടീമിന് അവർക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ കൊളംബിയയുടെ ഡിഫെൻസീവ് സൈഡ് അത്രയും സ്ട്രോങ് ആയിരിക്കും. മറിച്ച് ഗാനയുടെ ഡിഫെൻസീവ് സൈഡ് 14 മിനിറ്റിന് ശേഷം ചിലപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ പോലും 14 മിനിറ്റിനുള്ളിൽ അവരുടെ ഡിഫെൻസീവ് സൈഡ് അത്ര ഒരു ശക്തമല്ലാത്തത് കൊണ്ടാണ് അത്രയും പെട്ടെന്ന് അവർക്ക് ഒരു ഗോൾ അടിക്കാൻ സാധിക്കുകയും മറിച്ച് ഇങ്ങോട്ടൊരു ഗോൾ വരാത്ത രീതിയിൽ കൊളംബിയ തടുക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടത്. അപ്പൊ എന്തൊക്കെ പറയുകയാണെങ്കിലും റൗണ്ട് ഓഫ് 32യുടെ മാച്ചസ് എൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പൊ ഇനി ഏതൊക്കെ ടീമുകൾ ആരൊക്കെയായിട്ട് ഏറ്റുമുട്ടും എന്നുള്ളൊരു കാഴ്ച നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ദിവസത്തെ മാച്ചസിലേക്ക് പോവാം. നെക്സ്റ്റ് ദിവസത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് രാത്രി ഒരു മാച്ച് നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി 10:30 കാനഡ വേഴ്സസ് മൊറോക്കോ മാച്ച് നടക്കുന്നത്. അതുപോലെ നാളെ രാവിലെയാണ് പരാഗ്വെ വേഴ്സസ് ഫ്രാൻസിന്റെ മാച്ച് നടക്കുന്നത്. 2:30 രാവിലെ 2:30 ഫ്രാൻസ് വേഴ്സസ് പരാഗ്വയുടെ മാച്ച് നടക്കുന്നത്. അപ്പൊ നാളത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൗണ്ട് ഓഫ് 32 എൻഡ് ചെയ്യാണ്. ഇനി റൗണ്ട് ഓഫ് 16ലേക്കുള്ള മത്സരങ്ങളാണ്. ഫിഫ വേൾഡ് കപ്പ് അതിന്റെ എൻഡിങ്ങിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, അതായത് ഓരോരോ ലെവലുകളായിട്ട് ഫിഫ വേൾഡ് കപ്പ് എൻഡിങ്ങിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. അപ്പൊ റൗണ്ട് ഓഫ് 32 നാളത്തെ ഒരു ദിവസം കൊണ്ട് കഴിയാണ്. അപ്പൊ റൗണ്ട് ഓഫ് 16 അതായത് പ്രീ ക്വാർട്ടേഴ്സിലേക്ക് ഇനി ആരൊക്കെ കയറും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് നാളെ അവസാനം അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം കൊണ്ട് അതിനൊരു അവസാനം വരികയാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മത്സരങ്ങൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ മത്സരങ്ങളും കൂടുതൽ ശക്തമായ പോരാട്ടങ്ങളും കാണുമെന്ന് ഉറപ്പ് തന്നുകൊണ്ടാണ് ഓരോ മത്സരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പല വമ്പന്മാരും വീഴുന്നതും പല വമ്പന്മാരും ഉയർത്തെഴുന്നേൽക്കുന്നതും കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താകും നമുക്കറിയില്ല. അടുത്ത ദിവസത്തെ മത്സരങ്ങളും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.